നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിലേക്കുള്ള യാത്രക്കിടെ കൊല്ലം സ്വദേശിനി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. കാമത്തിപുരം മുതൽ സൗദിയിലെ മണലാരണ്യം വരെ അത്തിക്കയുടെ പ്രവാസം റിയാദിൽ പ്രകാശനം ചെയ്തു. വൻ വികസനത്തിന് റിയാദ്. പ്രധാന റോഡുകളും റിംഗ് റോഡുകളും വികസിപ്പിക്കും. അൽ ഐൻ പുസ്തകോത്സവം നവംബർ 18 മുതൽ. ആകാശത്ത് യോദ്ധാവ്. വിമാനത്തിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി 19 വയസ്സുകാരൻ. മഹത്തായ ദൗത്യത്തിനായി സാഹസിക ജീവിതം. അവാർഡ് വിവരം ആനാമി അറിഞ്ഞില്ല. ഗായികയുടെ പുരസ്കാര നേട്ടത്തിൽ അഭിമാനത്തോടെ പ്രവാസ ലോകം. സൗദി അറേബ്യയിൽ സാന്നിധ്യം വിപുലീകരിച്ച് ലുലു ഗ്രൂപ്പ്. ദമാമിൽ പുതിയ ലുലു എക്സ്പ്രസ് തുറന്നു. നാട്ടിലേക്കുള്ള യാത്രക്കിടെ കൊല്ലം സ്വദേശിനി ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. കണ്ണനല്ലൂർ സ്വദേശിനി ഷീബ കുമാരിയാണ് ദുബായിൽ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത്. ബുധനാഴ്ച രാത്രി ദുബായ് എയർപോർട്ടിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഭർത്താവ് ആർ ഷാജി, മക്കൾ ഷാരൂഖ് ഖാൻ, ശരണ്യ. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. കാമത്തിപുരം മുതൽ സൗദിയിലെ മണലാരണ്യം വരെ അത്തിക്കയുടെ പ്രവാസം റിയാദിൽ പ്രകാശനം ചെയ്തു. ലോക കേരള സഭാംഗവും സൗദിയിലും മറ്റു പ്രദേശങ്ങളിലുമായി ദീർഘകാലം പ്രവാസ ജീവിതം നയിക്കുകയും പ്രവാസ ലോകത്തും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും മാധ്യമരംഗത്തും നിറസാന്നിധ്യമായിരുന്ന കുഞ്ഞമ്മദ് കൂരാച്ചുണ്ടിന്റെ അത്തിക്കയുടെ പ്രവാസം എന്ന കഥാസമാഹാരം റിയാദിൽ പ്രകാശനം ചെയ്തു. റിയാദിലെ ഹോട്ടൽ ദി പാലസ് ഓഡിറ്റോറിയത്തിൽ കേളി കലാ സാംസ്കാരിക വേദി സംഘടിപ്പിച്ച സെമിനാറിനോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിൽ കേളി ട്രഷർ ജോസഫ് ഷാജി റിയാദിലെ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ നജീം കൊച്ചുകല്ലുങ്ങിന് പുസ്തകം നൽകിക്കൊണ്ട് പ്രകാശനം നടത്തി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. വൻ വികസനത്തിന് റിയാദ്. പ്രധാന റോഡുകളും റിംഗ് റോഡുകളും വികസിപ്പിക്കും. റിയാദിലെ പ്രധാന റോഡുകളും റിംഗ് റോഡുകളും വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചതായി റിയാദ് സിറ്റി റോയൽ കമ്മീഷൻ അറിയിച്ചു. തലസ്ഥാന നഗരത്തിന്റെ ഗതാഗത ശൃംഖല മെച്ചപ്പെടുത്തുന്നതിനുള്ള പരിപാടിയുടെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി റോയൽ കമ്മീഷൻ ഫോർ റിയാദ് സിറ്റി 13 ബില്യൺ റിയാൽ മൂല്യമുള്ള 4 റോഡ് വികസന കരാറുകൾ നൽകി. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, റിയാദ്. അൽ ഐൻ പുസ്തകോത്സവം നവംബർ 18 മുതൽ. അൽ ഐൻ പുസ്തകോത്സവം നവംബർ 18 മുതൽ 24 വരെ അൽ ഐനിലെ ഹസ ബിൻ സായിദ് സ്റ്റേഡിയത്തിൽ നടക്കും. പ്രദർശകർക്കും പങ്കെടുക്കുന്നവർക്കും ചരിത്രത്തിൽ ആദ്യമായി 10% കിഴിവ് ലഭിക്കുമെന്ന് അബുദാബി അറബിക് ഭാഷാ കേന്ദ്രം പ്രഖ്യാപിച്ചു. പരിപാടിയുടെ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 19 അവസാനിക്കും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, അബുദാബി. ആകാശത്ത് യോദ്ധാവ്. വിമാനത്തിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റി 19 വയസ്സുകാരൻ. മഹത്തായ ദൗത്യത്തിനായി സാഹസിക ജീവിതം. ഈ പറക്കും പയ്യന് പറക്കൽ ഒരു അഭിനിവേശം മാത്രമല്ല, അതൊരു ദൗത്യമാണ്. 19 വയസ്സുകാരനായ ഏദൻ ഗുബോ കുട്ടികളിലെ അർബുദ ഗവേഷണത്തിന് ബിക്സി യോദ്ധാക്കളുടെ ചികിത്സയ്ക്കുമായി ഒരു ചെറിയ വിമാനത്തിൽ 7 ഭൂഖണ്ഡങ്ങളിലും ഒറ്റയ്ക്ക് പറന്ന് ഫണ്ട് ശേഖരിക്കുന്നു. ഇത്തരത്തിൽ ചെറുവിമാനത്തിൽ 7 ഭൂഖണ്ഡങ്ങളിൽ ഒറ്റയ്ക്ക് പറക്കുന്ന ഏദാൻ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ലോക റെക്കോർഡിൽ സമീപഭാവിയിൽ ഇടം പിടിക്കും. അതിനു മുൻപ് അദ്ദേഹം പറന്നിറങ്ങുന്ന മിക്ക രാജ്യങ്ങളിലെയും ആശുപത്രികൾ സന്ദർശിച്ച് യുവരോഗികളുമായി കൂടിക്കാഴ്ച നടത്തി $10 ലക്ഷം സമാഹരിക്കാൻ ശ്രമിക്കുന്നു. കുട്ടികളിലെ അർബുദത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും പ്രതിരോധ ചികിത്സാ രീതികൾ കണ്ടെത്തുന്നതിനുള്ള ഗവേഷണ ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും ബോധ്യപ്പെടുത്താൻ ലഭിക്കുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാൻ ലക്ഷ്യമിടുന്നതായി ഏദൻ പറയുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. അവാർഡ് വിവരം ആനാമി അറിഞ്ഞില്ല. ഗായികയുടെ പുരസ്കാര നേട്ടത്തിൽ അഭിമാനത്തോടെ പ്രവാസ ലോകം. പ്രവാസി മലയാളികൾക്ക് അഭിമാനമായി ഇപ്രാവശ്യത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ആനാമി. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് പാച്ചുവും അത്ഭുത വിളക്കും എന്ന സിനിമയിൽ ആനാമി പാടിയ തിങ്കൾ പൂവേ എന്ന ഗാനമാണ് അവാർഡിന് അർഹയാക്കിയത്. ഈ ഗാനം നേരത്തെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരുന്നു. ദുബായിൽ ജനിച്ചു വളർന്ന ആനാമി സ്വന്തം പ്രയത്നത്തിലൂടെ മലയാളികളുടെ പ്രിയ ഗായികയെ വളരുകയായിരുന്നു. ഒടുവിൽ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡും സ്വന്തമാക്കിയിരിക്കുന്നു. എന്നാൽ സൗദിയിലെ റിയാദിൽ ഒരു സംഗീത പരിപാടിക്ക് എത്തിയിട്ടുള്ള ആൻ ഇതുവരെ തനിക്ക് പുരസ്കാരം ലഭിച്ച വിവരം അറിഞ്ഞിട്ടില്ലെന്ന് പിതാവ് ദുബായിൽ ട്രാവൽസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ജോയ് തോമസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. സൗദി അറേബ്യയിൽ സാന്നിധ്യം വിപുലീകരിച്ച് ലുലു ഗ്രൂപ്പ്.
ദമാമിൽ പുതിയ ലുലു എക്സ്പ്രസ് തുറന്നു. ലോകോത്തര ഉത്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തി സുഗമമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് ലുലു എക്സ്പ്രസ് ദമാമിലെ അൽ റൌദയിൽ തുറന്നു. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള മികച്ച ഉത്പന്നങ്ങൾ മിതമായ നിരക്കിൽ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുകയാണ് എക്സ്പ്രസ് സ്റ്റോറിലൂടെ ലുലു. സൗദിയിൽ സാന്നിധ്യം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ലുലു എക്സ്പ്രസ്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ് ദമാം. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.